എന്നെ വിളിക്കുന്നത് രാജീവ്. ഞാൻ സ്ഥിരം ശ്രോതാവാണ് നമ്മുടെ പരിപാടിയിലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. രാജീവ് എന്ത് ചെയ്യുന്നു? സാറേ, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഡ്രൈവറാണ്. അതെ അതെ. നമ്മുടെ ഈ ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും നമ്മൾ പൊതുവെ ധാരാളം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പല ആളുകളും വിളിച്ചു, ചിലർക്ക് റിട്ടയർ ചെയ്തു, എന്നാലും നമ്മുടെ അപ്പോൾ ഈ മോട്ടോർ തൊഴിലാളികൾക്ക് നമ്മളോടൊരു വലിയ സ്നേഹമുണ്ട് കേട്ടോ, അല്ലേ? ഉണ്ട്, അങ്ങനെ സത്യമാണ്. സാറേ, എനിക്ക് പറയാനുള്ളത് ഇത് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരണം ഈ വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു പരാതിയുമായി ചെന്ന തെന്മല പോലീസ് സ്റ്റേഷനിൽ എന്നെ ക്രൂരമായി കെട്ടിയിടുകയും പരാതിയുടെ രസീറ്റ് വെച്ച് എന്നെ കർണത്തടിച്ചുകയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് ഇതുവരെയും അവരെ സ്ഥാനത്ത് രാജീവ് ഒരു പരാതിയുമായി ചെന്നപ്പോ പിടിച്ച് കെട്ടിയിട്ടോ അവിടെ? അതെ അതെ, പരാതി അവിടെ ബലം കെട്ട് എന്നെ നിർത്തിയിരുന്നു. 7 മണിക്കൂറോളം എന്നെ ബലം കെട്ട് നിർത്തുകയും. അത് പരാതിയുമായി കൊണ്ടുപോയ ആളെയോ? പരാതി പരാതി കൊടുത്ത ആളാണ് ഞാൻ. 2021 ഈ സംഭവം. അത് ഏത് സ്റ്റേഷനാ? തെന്മല സ്റ്റേഷൻ. തെന്മല സ്റ്റേഷൻ. അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, SI ഒക്കെ CI ഒക്കെ ഉണ്ടായിരുന്നോ? അതെ, SHO ആണ് ഈ ചെയ്തത്. SHO വിശ്വംഭരൻ എന്ന് പറയുന്ന SHO ആണ് എന്നെ പരാതിയുടെ രസീറ്റ് വെച്ച് എന്നെ കർണത്തടിക്കുകയും അതേ കണക്ക് തന്നെ ഇത് ഈ കർണത്തടിക്കുന്ന വീഡിയോ ഞാൻ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് തെല്ലുകയും പുള്ളിയെ 1 വർഷത്തിലേറെ സസ്പെൻഷനിലായിരുന്നു. ഇപ്പൊ ഈ കെട്ടിയിട്ടാളെ ഇപ്പൊ CI പ്രൊമോട്ട് ചെയ്തോ? എന്താ ചെയ്തത്? ഈ ഗവൺമെന്റ് എടുക്കേണ്ട കേസായിരുന്നു ഇത്. അവർക്കെതിരെ FIR അട്രോസിറ്റി പ്രകാരം എടുത്തിട്ട് അത് റെഫർ ചെയ്തിട്ട് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് SC കോടതി ഫയൽ ചെയ്തിട്ട് അവർക്കെതിരെ റെഫർ ചാർജ് തള്ളിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു. SIക്കെതിരെ CIക്കെതിരെ. എന്നിട്ട് ഇവര് ക്രമസമാധാന ചുമതലയെന്ന് ഇപ്പോഴും നിലനിർത്തിയാണ് ഇത്ര അട്രോസിറ്റി പ്രകാരം കേസെടുത്തിട്ട്. എന്താ ഞാൻ പറയാ, അതാണ് നമ്മുടെ നാട് കേൾക്കുകയാണ്. ശ്രീ രാജീവ്, അങ്ങയുടെ ശബ്ദം ഈ നാട് കേൾക്കേണ്ട ഒന്നാണ് ഇത്. അതായത് ഒരു മനുഷ്യൻ പരാതിയുമായി ചെന്നപ്പോൾ അയാളെ പിടിച്ച് കെട്ടിയിട്ടു. അല്ല, അതെന്താ തർക്കം വന്നോ നിങ്ങളും പോലീസും തമ്മിൽ? അതെ, അത് ഒരാള് ഫോണിൽ കൂടെ അസഭ്യം പറയുന്നതിനെതിരെ ഞാൻ പരാതിയും കൊണ്ട് പോയതായിരുന്നു. അതിനെതിരെ രാഷ്ട്രീയക്കാരുടെ ഗൂഢാലോചനയാണിത്. ഞാനൊരു സാധാരണപ്പെട്ടവനായതുകൊണ്ട് അവിടെ ചെന്നപ്പോ എനിക്ക് അതിന്റെ നീതിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഒടുവിൽ പരാതിപ്പെട്ടു, പോലീസിനെതിരെ ഇതെടുത്തു, 1 വർഷം സസ്പെൻഷനായി. ഇപ്പൊ അയാൾ സുഖമായി വീണ്ടും സേനയിലുണ്ട്, അല്ലേ? അതെയാണ്. SI എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ട് തന്നെ അസഭ്യം പറയുന്ന വോയിസ് വരെ എന്റെ കയ്യിലുണ്ട്. റെക്കോർഡിംഗ് ചെയ്ത് ഗവൺമെന്റിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നതാണിത്. ഓഹോ, അതായത് SI അങ്ങേ ജാത്യാധിക്ഷേപം നടത്തുകയാണ്. അതായത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ, തുല്യാവകാശമുള്ള ഭാരതത്തിൽ നമ്മൾ ജാതി തൂത്തെറിഞ്ഞു എന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ ഒരു SI അങ്ങേ വിളിച്ച് ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു. SIയുടെ പേരും കൂടെ പറയാം. DJ ശാലു എന്നാണ് SIയുടെ പേര്. അത് ശരി. DJ ശാലു SIയും അതുകൊണ്ട് തന്നെ CM വിശ്വംഭരനും അവരിപ്പോഴും സർവീസിൽ ക്രമസമാധാന ചുമതലയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് ക്രിമിനൽ കേസ് നിൽക്കുകയാണ്. ആ ക്രിമിനൽ കേസ് നിൽക്കുന്നയാളാണ് ഇപ്പോൾ ക്രമസമാധാനം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? തെന്മലി തന്നെയാണോ? തെന്മലയല്ല, പുള്ളി ഈ SI തിരുവനന്തപുരം റൂറൽ പരിധിയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാടാണ് ഈ CI വിശ്വംഭരൻ. അയ്യോ, എന്റെ നാടാണല്ലോ. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വലിയ പ്രശ്നത്തിലാവുമല്ലോ ഇത്തരം ആളുകൾ അങ്ങോട്ട് പോയാൽ. അതെ അതെ, അത് അന്നേരം എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എനിക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക തന്നെ വേണം. അത് ബഹുമാനപ്പെട്ട അങ്ങേ അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിയണം ഈ കേസിന്റെ അവസ്ഥ. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ CI വിശ്വംഭരൻ ഇപ്പം ഡ്യൂട്ടിക്കുള്ളത്. തൃക്കരിപ്പൂരോ? തൃക്കരിപ്പൂര് അപ്പൊ കാസർഗോഡല്ലേ? ഞാൻ കാസർഗോഡ്. സോറി സാറേ. പാലക്കാട് രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു പാലക്കാടാണ്. അത് പാലക്കാടുകാർ അറിയണം. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇവിടെ ഡ്യൂട്ടിക്കുണ്ടെന്ന് ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരണം സാറേ. ഇത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ക്രമസമാധാന ഈ സർവീസ് തന്നെ ഇരിക്കാൻ ഇതില്ല. അത് ശരിയാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ സർവീസിൽ ഉണ്ടെങ്കിൽ, അവർ ചെയ്തത് തെറ്റാണെങ്കിൽ, അവർ ഒരു കാരണവശാലും നമ്മുടെ നികുതി പണം എടുക്കാൻ അർഹരല്ല. പ്രത്യേകിച്ച് ഒരു തൊഴിലാളികളുടെ മഹത്വം പറയുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു തൊഴിലാളി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അയാളെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് ഭരണ കാലഘട്ടത്ത് പോലും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് സാറേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായിട്ട് സർക്കാരിനെ വിമർശിക്കുകയും അതുകൊണ്ട് ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിമർശിച്ച കേസാണ് എന്തായാലും. വിമർശിക്കുകയും ചെയ്തു, അല്ലേ?
അതെ, അതിരൂക്ഷമായിട്ടാണ് വിളിച്ചത്. അന്ന് എന്റെ കേസിൽ 2021 ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ സാറാണ് കാടത്തം എന്നൊക്കെ എന്റെ കേസിലായിരുന്നു പറഞ്ഞിരുന്നത്. പണ്ടൊക്കെ പട്ടിയെ പട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ വന്ന കാലത്ത് പട്ടിക്ക് സ്വാതന്ത്ര്യം ഉള്ള കാലത്താണ് എന്നെ അവിടെ പട്ടിയെ പോലെ കെട്ടിയിട്ടാണ് കോടതിയുടെ വിമർശനം വന്നത്. ഓ മൈ ഗോഡ്, അതൊരു വലിയ ഒരു കാര്യം തന്നെ കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യനെ ചെയ്തപ്പോൾ കോടതി അത് ശക്തമായി എതിർത്തല്ല. പട്ടിയെ പോലെ ഒരാളെ കെട്ടിയിടുക, ഇത് പോലീസിന് ഇതൊക്കെയാണ് ഗൗതം. ഇത് ഇത്തരക്കാരെ നമ്മൾ പോലീസ് നല്ലതാണെന്ന് പറഞ്ഞ് ഗൗതമിനോടാണ് എൻ്റെ മറുപടി. ഇത് ഗൗതം പോലീസിൽ ചില നല്ലവരുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് ആ നല്ലവരെയല്ല, പക്ഷേ ഇതുപോലുള്ള ആളുകൾ ഒരിക്കലും പാടില്ല. ഏതായാലും ശ്രീ രാജീവൻ്റെ വാക്കുകൾ അത് വളരെ വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം വലിയ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നത് പോലീസിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഈ വിഷയം ഒന്നുകൂടി എടുത്ത് ഗൗരവമായി പരിശോധിക്കണം എന്നാണ് എനിക്ക് പോലീസ് സേനയോട് അപേക്ഷിക്കാനുള്ളത്. അത് വളരെ നന്ദി രാജീവ്, ഇത് തങ്ങളുടെ അനുഭവം തെന്മലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഏതായാലും തിരുവനന്തപുരം റൂറലിലുള്ളവരും നമ്മുടെ തൃക്കരിപ്പൂരുള്ളവരും ഒന്ന് സൂക്ഷിക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും വേണം സാർ. ഇവരെ അതീവ ഗൗരവത്തോടെ തന്നെ കാണുന്നവരെ. അതെ, ഇവര് ഇത്തരക്കാരെ ഒരിക്കലും അംഗീകരിക്കാൻ. ഓക്കെ, എൻ്റെ അടുത്ത പ്രേക്ഷകൻ ബാലകൃഷ്ണൻ